നേപ്പാൾ ദുരന്തം ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. മഞ്ഞുമല ഇടിഞ്ഞു വീണു. അത് വലിയ ഒരു വിസ്ഫോടനമായിട്ട് നേപ്പാൾ അടക്കമുള്ള ചൈനയുടെ അതിർത്തി ഗ്രാമങ്ങൾ അടക്കമുള്ള മേഖലകളിലൂടെ ഡാമുകളടക്കം തകർത്ത് അത് വലിയ ദുരന്തമാണ് വരുത്തിവെച്ചത്. അതിന്റെ പല ദൃശ്യങ്ങളും വളരെ ഭീകരമാണ്. ഇന്ന് ലോകം മുഴുവൻ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് ഇതുപോലുള്ള ഒരു ജലബോംബ് മുല്ലപ്പെരിയാർ എന്ന പേരിൽ നമ്മുടെയും തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും മുല്ലപ്പെരിയാർ എങ്ങാനും പൊട്ടി വന്നാൽ ഒരുപക്ഷെ ഇതിലും ഭീകരമാണല്ലോ എന്നുള്ള ഓർമ്മ നമ്മളെ എല്ലാം നടുക്കം ഉളവാക്കുന്നതാണ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ നേപ്പാൾ ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെ ജാഗ്രത എത്രത്തോളം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോട് ഇപ്പോൾ അഡ്വക്കേറ്റ് റസൽ ജോയി, സേവ് കേരള ബ്രിഗേഡ്, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുപോലെ മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കൗൺസിൽ സാബു ജോസ്, അദ്ദേഹം ചേരുന്നുണ്ട്. ശ്രീ സാബു ജോസ് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകൻ ഇടുക്കിയിൽ നിന്ന് ജോൺസൺ കൊച്ചുവർമ്മൻ, അദ്ദേഹവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ റസൽ ജോയി, അങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഈ നേപ്പാളിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയും എത്രത്തോളം ഒരു ഒന്നുമില്ലായ്മയുടെ ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. വളരെ ദയനീയമായിട്ട് തോന്നും. അപ്പോൾ അവിടെ ജലം വന്ന ആ വരവ്, വെള്ളം വന്ന വരവ് അതിലും എത്രയോ ഭീകരമായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാലുള്ള അവസ്ഥ എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇതിനെ വിലയിരുത്താൻ കഴിയുക? റോബിൻ പറഞ്ഞതിൽ തന്നെ ഉത്തരമുണ്ട്. മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ. ഇപ്പോ ഈ ആധുനിക കാലഘട്ടങ്ങളില് ശാസ്ത്രം ഇത്രമാത്രം വളർന്ന ഈ കാലത്ത് പല പ്രകൃതി ദുരന്തങ്ങളും എങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കാൻ ശാസ്ത്രത്തിനാകുന്നില്ല. ഇപ്പൊ തന്നെ നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായി നേപ്പാൾ ഗവൺമെന്റിന് ഒട്ടും പറയാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ പറയുന്നത് ചൈനീസ് ഗവൺമെന്റ് ആണ്. പക്ഷെ അവരും കൃത്യമായ ഒരു റീസണിംഗ് ഒന്നും അവരുടെ പല സ്റ്റേറ്റ്മെന്റ്സിനും ഇല്ല. ഇപ്പോ സമാനമായ ഒരു മഞ്ഞുമല ഇടിഞ്ഞു വീണ് പിന്നീട് അതൊരു ഡാമായി രൂപാന്തരപ്പെട്ട് പിന്നെ വലിയ ഒരു മഹാപ്രവാഹമായി ജനങ്ങളെ നശിപ്പിച്ചു, പ്രകൃതിയെ നശിപ്പിച്ചു, ജീവനുള്ള സകലത്തിനെയും തീർത്തു എന്നൊക്കെയാണ് പറയുന്നത്. അത്തരമൊരു സംഭവം 1924 കേരളത്തിലും സംഭവിച്ചിട്ടുള്ളതാണ്. 1924 അത് 99 വെള്ളപ്പൊക്കത്തിന്റെ പ്രധാന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ 2 സ്ലൂയിസ് ഗേറ്റുകൾ തകർന്നു പോയായിരുന്നു. അന്ന് ആ മഴ, പ്രളയം, ഈ സ്ലൂയിസ് ഗേറ്റ് തകർന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം, ഇതെല്ലാം കൂടി ഒരു മലയെ അപ്രത്യക്ഷമാക്കിയിട്ടുണ്ട്. കരിന്തിരി മല എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇപ്പൊ നേപ്പാളിൽ നടന്ന സംഭവം പോലെ തന്നെ ഈ മല വീണിട്ടുണ്ട്. മല വീണിട്ട് ഒരു ഡാമായി രൂപാന്തരപ്പെട്ടിട്ട് ആ മലയും വഹിച്ചുകൊണ്ട്, മലയെ തകർത്തുകൊണ്ട് താഴേക്ക് വെള്ളം ഒഴുകി വന്നപ്പോഴാണ് കേരളം മൊത്തത്തില് 99 വെള്ളപ്പൊക്കം, അതായത് 1924 വെള്ളപ്പൊക്കത്തില് നശിച്ചു പോയത്. അപ്പൊ അതിൽ എത്ര ആളുകൾ മരിച്ചു എന്നുള്ളതിന്റെ കണക്കൊന്നും സർക്കാർ ഒരു നാളിതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തുമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായതിന്റെ കണക്കും സർക്കാരിന്റെ പക്കലില്ല. കാരണം ജനങ്ങള് അതെല്ലാം കേട്ടാൽ വളരെ പാനിക്കാവും, ഭയങ്കരമായിട്ട് ഭയപ്പെടും. ഒരു മഴ വന്നാൽ പിന്നെ ഉറക്കം നഷ്ടപ്പെടും. പണ്ടൊക്കെ മഴ ആസ്വദിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഇനി ഉള്ള കാലമൊക്കെ ഒരു മഴ വരുമ്പോ ഭയം നിറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം മുണ്ടക്കയിൽ സംഭവിച്ചത് ഒരു നമ്മുടെ നാട്ടിൽ ലാൻഡ് സ്ലൈഡിങ്, ഉരുൾപൊട്ടല് എത്രയോ എല്ലാ വർഷം തന്നെ ഉരുൾപൊട്ടലുകൾ ഉണ്ട്. പക്ഷെ മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ചത് ഒരു ഉരുൾപൊട്ടലാണോ, ഒരു ലാൻഡ് സ്ലൈഡിങ് ആണോ എന്നുള്ള കാര്യത്തില് വളരെ സംശയമുണ്ട്. അതിന്റെ ഒരു വേർഷൻ എന്താണെന്ന് വെച്ചാല്, ഈ മേഘവിസ്ഫോടനത്തിന്റെ കാലമാണല്ലോ. നമുക്ക് അന്ത്യകാലത്തിൽ ജീവിക്കുന്ന നമുക്ക് എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നതെന്നൊരു വ്യക്തമായ ഒരു വിശകലനം നടത്താൻ സാധ്യമല്ല. ഒരു മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ചതിന്റെ ഒരു വേർഷൻ ഇതാണ്. ഒരു വലിയ മേഘത്തിന്റെ തൂണ്, കിലോമീറ്റർ കണക്കെ ഒരു വൃത്താകൃതിയിൽ ഒരു മേഘത്തിന്റെ ഒരു തൂണ് രൂപപ്പെട്ടിട്ട്
കിലോമീറ്ററോളം മുകളിലേക്ക് അത് ഘനീഭവിച്ച് ഒറ്റയടിക്ക് താഴേക്ക് വീണപ്പോഴാണ് ഒരു കാറിന്റെ വലിപ്പമുള്ള കല്ലുകളെല്ലാം 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരത്തേക്ക് തെറിക്കപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഒരു 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 അനാലിസിസ് ഉണ്ട്, അതിന് പല നിഗമനങ്ങളും വന്നിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്. അപ്പൊ മേഘവിസ്ഫോടനത്തിന്റെ കാലം, അങ്ങനെ ഒരു മേഘവിസ്ഫോടനം മുല്ലപ്പെരിയാർ ഡാമിന്റെ വിസിനിറ്റിയിൽ സംഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ കേരളത്തിൽ ഡാംസ് ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കേണ്ട കാലം കഴിഞ്ഞു. എനർജിക്ക് വേറെ റിസോഴ്സസ് കണ്ടുപിടിക്കണം. ഇനി ഡാംസിനെ ആശ്രയിച്ച് ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നാടും നാട്ടുകാരും ഈ കേരളം തന്നെ ഉണ്ടാകത്തില്ല. അപ്പൊ നേപ്പാൾ നൽകുന്ന പാഠം അതാണ്. നമുക്ക് സയൻസിന് വിശദീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോ ഈ പ്രകൃതിയിൽ നടക്കുന്നത്. അത് നമ്മൾ കേരളത്തിൽ അത് നടന്നുകൂടാ. അതിന് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷനിങ് ആണ് വേണ്ടത് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ. പിന്നെ ഡാംസുകളൊക്കെ 1 by 1 ആയിട്ട് ഈ കേരളത്തിൽ നിന്ന് മാറിപ്പോകണം. അല്ലെങ്കിൽ എന്ത് ദുരന്തമാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തോണം കാലാവസ്ഥയും എല്ലാം ലോകം തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോ ഇപ്പൊ ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ പുതിയ ഒരു ഡാം എന്ന് പറയുന്നതിന് അനുകൂലിക്കാമെങ്കിലും എന്റെ അഭിപ്രായത്തിൽ 1 by 1 ആയിട്ട് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ എല്ലാ ഡാംസുകളും ഡീകമ്മീഷൻ ചെയ്തിട്ട് എനർജിക്ക് വേറെ സോഴ്സസ് കണ്ടെത്തണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ നേപ്പാൾ കേരളത്തിൽ ആവർത്തിക്കും. പിന്നെ നേപ്പാളും കേരളവുമായിട്ട് ഒരു സാമ്യമുണ്ട്. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആണ്. ഇപ്പൊ ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ ഒരു വശത്ത് വെസ്റ്റേൺ ഗട്ട്സ്, മറുവശത്ത് അറേബ്യൻ സീ. ശരിക്കും ഗാഡ്ഗിലിന് ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. എൻ്റയർ കേരള എക്കോളജിക്കലി സെൻസിറ്റീവ് എന്ന് പറയണമായിരുന്നു. ഇപ്പം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബഹുനില മന്ദിരങ്ങള്, 84 ഡാംസ്, മറ്റുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാം ഈ നാടിനെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഓരോ ഡാംസും ഇപ്പൊ ഇടുക്കി ഡാം 65 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഫോറസ്റ്റ് ആണ് വെള്ളത്തിനടിയിലാക്കിയത്. മുല്ലപ്പെരിയാർ ഏകദേശം 64 സ്ക്വയർ കിലോമീറ്റേഴ്സ് റിസർവോയർ ഏരിയ ഉണ്ട്. ഇത്രയും വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ താഴേക്ക് വലിയൊരു മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോക്സിന്റെ പ്ലേറ്റ്സ് ഇങ്ങനെ തെന്നി മാറി തമിഴ്നാട് വരെയും തെന്നി പോയിട്ടുണ്ട്. അപ്പൊ വലിയ ഗർത്തങ്ങൾ ഈ 84 ഡാംസിന്റെയും അടിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇവിടെ ഭൂകമ്പ സാധ്യത വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേപ്പാളില് ഇതിനു മുമ്പും വലിയൊരു ഭൂകമ്പം ഉണ്ടായതാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ നേപ്പാളിലുണ്ട്. അത് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് കേരളം മാറിക്കഴിഞ്ഞു. നമ്മള് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഡാംസുകളുടെ അണക്കെട്ടുകളുടെ നിർമ്മാണം കൊണ്ടാണ് ഇത്രയും മോശമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായത്. അപ്പൊ നമുക്ക് ഈ എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ഡാമുകളും കാലോചിതമായി ഡീകമ്മീഷൻ ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ് കണ്ടുപിടിക്കണം. നമ്മളിവിടെ നന്നായിട്ട് സൂര്യപ്രകാശമുണ്ട്. യൂറോപ്പിലെ ചെറിയ പ്രകാശത്തിൽ നിന്ന് പോലും ഫോട്ടോ വോൾട്ടൈക് എന്ന ടെക്നോളജി ഉപയോഗിച്ച് അവര് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ സൂര്യാഘാതം ഉണ്ടാകുന്ന തരത്തില് സൂര്യപ്രകാശം ലഭിക്കുന്ന നമ്മുടെ നാട്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ ഒരു കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നമുക്ക് സീഷോർ ഉണ്ട്. കന്യാകുമാരി വരെ സീഷോർ ഉണ്ട്. ഈ സീലെല്ലാം വിൻമിൽസ് സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ എനർജി നമുക്ക് സർപ്ലസ് ആവും ഈ വിൻമിൽസ് സ്ഥാപിക്കുക. അല്ലെങ്കിൽ സോളാർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ പഴയ കാലത്ത് സോളാർ പ്ലാന്റ്സ് ഒക്കെ പോയി. ഇപ്പൊ ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസും ഭയങ്കര ഡെവലപ്ഡ് ആണ്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് സോളാർ എനർജി ഉപയോഗപ്പെടുത്താം, വിൻമിൽസ് വെച്ചുകൊണ്ട് കാറ്റ് ഉപയോഗപ്പെടുത്താം. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഗാർഹിക ഉപഭോഗത്തിനും വ്യവസായത്തിനും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് സർപ്ലസ് വരുന്നത് നമുക്ക് വിറ്റ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും കൂടി മെച്ചപ്പെടുത്താവുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇനിയുള്ള കാലത്തൊന്നും ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഒന്നും ആശ്രയിക്കാൻ പറ്റില്ല. തമിഴ്നാട് തന്നെ ഒരു 10-25 വർഷം കഴിഞ്ഞ് തമിഴ്നാട് തന്നെ ഈ ഡാം വേണ്ടാന്ന് പറയും. കാരണം അവിടെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഇപ്പോ പ്രളയവും ഉണ്ട്. ഇപ്പൊ തേനിയില് 2 വർഷം മുമ്പ് വലിയ പ്രളയം ഉണ്ടായിരുന്നു. പഴയ പോലെ വിണ്ട് കീറിയിരിക്കുന്ന പാടങ്ങളൊക്കെ കാണിച്ച് ഇതാണ് തമിഴ്നാടെന്നൊന്നും പറയേണ്ട കാലങ്ങൾ മാറി. ഇപ്പം തമിഴ്നാട്ടിൽ മഴയുണ്ട്, പ്രളയമുണ്ട്. അവർക്ക് വേണമെങ്കിൽ അക്കാലത്തൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. വലിയ കുളങ്ങൾ കുഴിക്കണം, ഡാംസ് ഒന്നും കെട്ടാൻ പറ്റില്ല. വലിയ
തടാകങ്ങൾ ഉണ്ടാക്കി സൂക്ഷിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരുപാട് സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ട് തമിഴ്നാട്ടിന് വെള്ളം പ്രിസർവ് ചെയ്യാനൊക്കെ. ഇനി ഈ മുല്ലപ്പെരിയാർ ആശ്രയിച്ച് ഇനി നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു വലിയ നഷ്ടമാണ്, എല്ലാം കൊണ്ടും നഷ്ടമാണ്. ഈ വെള്ളം ഇടുക്കി ഡാമിൽ വന്നാൽ നമ്മുടെ എനർജി പ്രോബ്ലംസ് പരിഹരിക്കപ്പെടും. നമുക്ക് ലോസാണ്. തമിഴ്നാടിന് എത്രമാത്രം വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനും ആവശ്യമുണ്ടോ അത്രയും തന്നെ നമുക്കും ഈ വെള്ളം ആവശ്യമുണ്ട് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി. നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റാർവ് ചെയ്യാണ്. ഈ വെള്ളം അങ്ങോട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിന്റെ ഈക്വൽ അവർക്ക് എന്തുമാത്രം കൃഷി നശിക്കും അല്ലെങ്കിൽ കുടിവെള്ളം ഇല്ലാതാവുന്നൊക്കെ അവർ കൊട്ടിഘോഷിച്ച് പറയുന്നുണ്ട്. അത് പലതും സുപ്രീം കോടതിയിൽ നിന്നൊരു ദയവ് കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ്. ഞാൻ കറക്റ്റായിട്ട് പഠിച്ചിട്ട് തന്നെ പറയണത്. അവർക്ക് അവിടെ അത്ര വലിയ ജലക്ഷാമമൊന്നും ഇല്ല. ഇനിയിപ്പോ അവർക്ക് അങ്ങനെ ഉണ്ട് എന്ന് സമ്മതിച്ചാൽ പോലും നമുക്കുണ്ടാവുന്ന ഇലക്ട്രിസിറ്റി ലോസിന് ഈക്വലന്റ് ആവില്ല. നമുക്കൊരു ഭാരിച്ച ഇലക്ട്രിസിറ്റി ലോസ്, അതായത് ഈ വെള്ളം ഇടുക്കി ഡാമിലേക്ക് വന്നാൽ കേരളത്തിന്റെ എനർജി ക്ഷാമം പരിഹരിക്കപ്പെടും. അപ്പൊ നമുക്ക് കൊടുക്കാനില്ല ഇപ്പൊ വെള്ളം. ആ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പറയണം. നമ്മൾ ഇനിയും തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ടണലുണ്ടാക്കാനും ഡാമുണ്ടാക്കാനും ഒന്നും നടക്കരുത്. ഇമ്മീഡിയറ്റ് ഡീകമ്മീഷനാണ് മുല്ലപ്പെരിയാർ വേണ്ടത്. ഈ നേപ്പാൾ ദുരന്തം നമുക്ക് തരുന്ന സൂചനയും നമുക്ക് തരുന്ന ദിശാബോധവും നമ്മളെ ഭീതിപ്പെടുത്തുന്നതും അതാണ്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് റസൽ ജോയ് സൂചിപ്പിച്ചു ഈ മാറ്റത്തിന്റെ കാര്യം, ഈ ഡാമുകളുടെ ബാഹുല്യം എത്രത്തോളം നമ്മുടെ കേരളത്തെ ബാധിക്കുന്നുണ്ട്. കേരളത്തിന്റെ മലയോര മേഖല നമുക്കറിയാം. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു നേപ്പാളിന്റെ ഭൂപ്രകൃതിയും നമ്മുടെ ഭൂപ്രകൃതിയും തമ്മിലുള്ള ഒരു സാമ്യത്തെക്കുറിച്ചൊക്കെ. അതും ഡാമുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം. ഒന്ന് പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും താഴേക്ക് പോരുന്നത് എന്നുള്ളത്. ഈ നേപ്പാളിലെ പല ദൃശ്യങ്ങളും കാണുമ്പോൾ ഈ വലിയ കെട്ടിടങ്ങളോ കുന്നുകളോ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നും. അത് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇവിടുത്തെ അവസ്ഥ വെച്ച് കമ്പാരിറ്റീവ്ലി അത് വളരെ ചെറുതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ ആ ദൃശ്യങ്ങൾ പോലും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരന്റെ പറമ്പ് വരെ അളന്ന് തിട്ടപ്പെടുത്തുകയും അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചു പിടിപ്പിച്ചത് എന്ന് വരെ സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരൊന്നും ഈ ഇത്രയും വലിയ ഒരു ദുരന്തം ഇവിടെ നിന്നിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത, ഇപ്പൊ ഈ നേപ്പാൾ ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വിലയിരുത്താം. എത്ര ആളുകൾക്ക് വേണേലും, ഈ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ അത് വിസിബിൾ ആണ്, അവരുടെ എല്ലാം കണ്ണുകളിൽ വിസിബിൾ ആണ്, എത്രത്തോളം ഭീകരമാണ്. എല്ലാവരും കാണുന്നതാണ്, എല്ലാവരും അറിയുന്നതാണ് എന്താണ് സംഭവിച്ചത്. ഇപ്പൊ തന്നെ ഗവൺമെന്റ് അടക്കം അവിടെ കാണാതായ ആളുകൾക്ക് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് എവിടുന്നാണ് റെസ്പോൺസ് കിട്ടുന്നത് എന്ന് നോക്കി. പക്ഷെ അവരാരും ഇത് കാണാൻ അവർക്കൊന്നും കണ്ണില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? റോബിനെ, ഇത് നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം. കാരണം ഒരു വീട്ടില് കുറെ ആൾക്കാർ താമസിക്കുന്നു, ഇടിമിന്നലുണ്ടായി വീട് തകരുന്നത് പോലെയാണ് ടിബറ്റിലെ കാര്യം. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നിയന്ത്രിക്കാവുന്ന ഒരു കാര്യമല്ല, മനുഷ്യനാൽ അവിടെ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്, ഒരു ദുരന്തമായി മാറി. എന്നാൽ വീടിന് മുകളിലേക്ക് വീഴാൻ നിൽക്കുന്നൊരു മരം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് ആ മരം നമ്മൾ മുറിക്കുന്നില്ല എങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന അപകടത്തിനെ നമ്മൾ എന്തിനോട് ന്യായീകരിക്കും? റോബിന് കേൾക്കാമോ? കേൾക്കാം, വളരെ വ്യക്തമായി കേൾക്കാം, പറഞ്ഞോ. അതിനെ എങ്ങനെ ന്യായീകരിക്കും? ഇടിമിന്നൽ വന്നു പോയതുപോലെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? മരം വന്ന് വീണ് നാളുകളായിട്ട് അറിയാം മരം വീഴുമെന്ന്, അല്ലേ? ആ മരം വെട്ടിമാറ്റേണ്ട ആരുടെ ഉത്തരവാദിത്വം? ഇതുപോലെയാ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും ഈ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അനാവശ്യമായ ആശങ്ക പരത്തുന്നു, ജനങ്ങളിൽ ഭയം വിതറുന്നു തുടങ്ങിയ ചർച്ചകളൊക്കെ ഈ കേരളത്തിൽ നിന്ന് തന്നെയാണല്ലോ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തെ ബാധിക്കുന്ന വിഷയത്തെ ആ ഗൗരവത്തോടെ ഈ ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ ഇത്രയും നാൾ ഭരിച്ച ഭരണകൂടങ്ങളും ജനങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇത്രയും വലിയൊരു അപകടം ഇത് പലപ്പോഴും ഇടുക്കിയിൽ മാത്രം നിൽക്കുന്നു. അതായത് പെരിയാറിന്റെ കരകളായ ഈ ചപ്പാത്തോ ഉപ്പുതറയോ വണ്ടിപ്പെരിയാറോ അല്ലെങ്കിൽ ഇടുക്കി ഡാമിലെയൊക്കെ നിൽക്കുന്ന പ്രദേശത്തെ വിഷയമായിട്ട് മാത്രം കാണുന്ന ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും കേരളത്തിലുണ്ട്. ഈ വെള്ളം ഒഴുകി വരുമ്പോ, ഇപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ഒരു മല ഒഴുകി വരുമ്പോ അല്ലെങ്കിൽ മരങ്ങൾ ഒഴുകി വരുമ്പോ കെട്ടിടങ്ങൾ ഒഴുകി വരുമ്പോ വെള്ളം ഒഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തെക്കാൾ
വലിയ ദുരന്തത്തിന് ഇത് വഴിയൊരുക്കും എന്ന് എന്തുകൊണ്ട് കേരളം ചർച്ച ചെയ്യുന്നില്ല പ്രോവിനെ? ഇത് ഒഴുകി ചെല്ലുന്ന അറബിക്കടലിലോട്ട് പോകുന്ന വഴികളിൽ എന്തൊക്കെയുണ്ട്? ഏതൊക്കെ വിധത്തിലുള്ള രാസമാലിന്യങ്ങൾ, രാസ പദാർത്ഥങ്ങൾ, വിഷവാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, സംഭരിക്കപ്പെട്ടിട്ടുണ്ട്? പെട്രോളിയം പ്രൊഡക്ട്സ് അടക്കം എന്തൊക്കെയുണ്ട്? ഇതൊന്നും ഗവൺമെന്റിന് അറിയത്തില്ല എന്ന് വേണം. ഇത്തരം ഒരു ഫാക്ടറികളിലേക്കൊക്കെ ഈ ജലം കുത്തി ഒഴുകി അന്തരീക്ഷത്തിലേക്ക് ഈ വിഷവാതകങ്ങൾ പടർന്നാൽ അത് ഇടുക്കിയിൽ പോകും, എറണാകുളത്ത് പോകും. എത്ര ഭയാനകമാണ്. ഭോപ്പാലിൽ ജനം ഓടിയതുപോലെ ഇപ്പൊ നമ്മൾ ടിബറ്റിൽ കണ്ടല്ലോ റോബിനെ, ഈ വെള്ളം വരുന്നതിന്റെ ഒരു ആരവം കേട്ടപ്പോ ജനം മുന്നോട്ട് ഓടുകയാണ്. ഇതുവഴിയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന ഒരു വ്യഗ്രതയിലാണ് ഓടുന്നത്. പക്ഷെ അല്ല, അവരാ ഓടിയ ദൃശ്യങ്ങള് കാണുമ്പോൾ നമുക്ക് സഹായം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അവരാ ഓടിയതും അതൊന്നും ഒന്നുമല്ല എന്നുള്ളതാണ്. അതിനൊക്കെ ഒരുപാട് ഉയരങ്ങളിലാണ് വെള്ളം വന്ന് വീഴുന്നത്. കാരണം ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ. അപ്പോഴാണ് നമ്മൾ പെരിയാറിനെ കുറിച്ച് ഓർക്കുന്നത് എന്നുള്ളതാണ്. റോബിനാജ് ഇപ്പോഴും പറഞ്ഞു പോലെ റോബിനെ, മനുഷ്യൻ എത്ര നിസ്സഹായനാണ്. നമ്മൾ ഈ മലവെള്ളം വരുമ്പോഴോ അല്ലെങ്കിൽ മരം പിടന്ന് വീഴുമ്പോഴൊക്കെ നമ്മൾ ഓടിയാലൊന്നും മനുഷ്യർ അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. എത്ര വേദനയോടെയാണ് നമ്മൾ കാണുന്നത്. എത്ര നൂറുകണക്കിന് ജനങ്ങൾ ആ വെള്ളത്തിനടിയിലേക്ക് പോകുന്നത് നമ്മളൊക്കെ കാണുക. ഇത് ദൃശ്യമാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിത് കാണുന്നത്. ഇതുപോലെ ഈ മുല്ലപ്പെരിയാറിലെ ജലത്തിനടിയിൽ പോകുന്നവരെ കുറിച്ചല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഭോപ്പാലിൽ ഉണ്ടായതുപോലെ മനുഷ്യൻ ശ്വാസം മുട്ടി മരിക്കില്ല കേരളത്തിൽ എന്ന് ഒരു ഗവൺമെന്റിന് ഉറപ്പു തരാൻ കഴിയും. മുല്ലപ്പെരിയാർ തകർന്നാൽ ജലം മൂലം ജലം കുത്തി ഒഴുകുന്നത് മൂലം ഉണ്ടാകുന്ന ദുരന്തത്തിൽ ഒരു ഫാക്ടറികളിലെയും ഒരു അപകടകരമായ സാഹചര്യങ്ങളും അന്തരീക്ഷത്തിൽ കലരില്ല. ഇവിടുത്തെ മറ്റൊരു ജനതയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറയാൻ ഗവൺമെന്റിന് കഴിയൂ? ഇല്ലല്ലോ. അപ്പൊ ഇത്രയും മാരകമായ ഒരു വിഷയത്തെ ആശങ്ക പരത്തുന്നതായി അല്ല നമുക്ക് കാണേണ്ടത്. പ്രശ്നമുണ്ടാവും. ഏത് വിഷയത്തിലും പ്രശ്നമുണ്ടാവും. പ്രശ്നമുണ്ടായാൽ എന്താ? തർക്കങ്ങളല്ലല്ലോ വേണ്ടത്. പരിഹാര നിർദ്ദേശങ്ങളും പരിഹാര ചർച്ചകളും പരിഹാര മാർഗങ്ങളും അല്ലേ ഉണ്ടാവേണ്ടത്. എന്തുകൊണ്ടാണ് ഈ 80 വർഷമാകുന്നല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, എന്തുകൊണ്ടാണ് റോബിനെ ഇത്രയും നാളായിട്ട് ഒരു പരിഹാര നിർദ്ദേശത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയാത്തത്? ഇപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് ഒരു ചുവട് പുറകോട്ട് നിൽക്കുക, വെള്ളം കൊടുക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാം ഇടാൻ മതി. വളരെ ആർദ്രത്തോടെ ഒരു ഗവൺമെന്റിന് പറയാനാവണം. തമിഴ്നാടിനെ പ്രകോപിപ്പിക്കാനോ തമിഴ്നാട്ടിലെ ജനതയുടെ അവകാശങ്ങൾ ഹരിക്കാനോ അല്ല. ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല, ഞാൻ കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി. എനിക്ക് എന്റെ നാട്ടിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാവുന്ന ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ഞാൻ ഈ അതര കസേരയിൽ ഇരിക്കുന്നത്. ഇവിടുത്തെ ജനത്തിന് വേണ്ടി ഞാൻ സംസാരിക്കണം, ഇവിടുത്തെ ജനത്തിന് വേണ്ടി ഞാൻ നിലപാടെടുക്കണം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മുല്ലപ്പെരിയാറിൽ ഈ തർക്കങ്ങൾ പാടില്ല, ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചേ മതിയാവൂ എന്ന നിലപാട് ഇവിടെ ആർക്കെങ്കിലും എടുക്കാൻ കഴിയുന്നു? സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തും. സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഞാൻ വില കൊടുത്ത് കാണുന്നില്ല, ജനങ്ങൾ ഇത്രമാത്രം കാണുന്നില്ല. തമിഴ്നാട് എന്തെങ്കിലും പറയും, നമ്മുടെ മന്ത്രി എന്തെങ്കിലും പറയും. തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്തെങ്കിലും പറയും, ഇവിടെ ആരെങ്കിലും. അതൊന്നുമല്ല, സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എവിടെയാണ് സൊല്യൂഷൻ? ആ സൊല്യൂഷൻ ഉണ്ടാവണ്ടേ? പുതിയ ഡാമാണോ? ഡാമാണെങ്കിൽ അതെങ്ങനെ വേണം? മറ്റൊരു മാർഗമുണ്ടോ? അതെങ്ങനെ വേണം? അത്തരം ചർച്ചകളിലേക്ക് പോയില്ലെങ്കിൽ ടിബറ്റ് ഇപ്പോൾ കണ്ടതിനേക്കാൾ നേപ്പാൾ ഇപ്പോൾ കണ്ടതിനേക്കാൾ വലിയ ദുരന്തം ഈ തലമുറ കാണേണ്ടി വരും. നമ്മളൊന്നും കാണേണ്ടി വരും. അത് വളരെ വേദനാജനകമാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ വലിച്ചിഴക്കരുത് എന്ന് നമുക്ക് അപേക്ഷിക്കാതെ അപേക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് റസൽ ജോയ്, അങ്ങ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ശാസ്ത്രത്തിന് പോലും പറയാൻ കഴിയുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം റഷ്യയുടെയും കസാഖിസ്ഥാന്റെയും ബോർഡറിലുണ്ടായ ഒരു പ്രളയമുണ്ട്. ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം യൂറോപ്പിൽ പ്രളയമുണ്ടായി, സ്പെയിനിൽ വലിയ പ്രളയമുണ്ടായി. അതൊന്നും സ്പെയിനിന്റെ ചരിത്രത്തിൽ ഓർമ്മയില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. ഫ്രാൻസ് അടക്കമുള്ള മേഖലകളിലെല്ലാം ഉണ്ടായി കഴിഞ്ഞ വർഷങ്ങളിൽ.
ഈ വർഷം അതുപോലെ നമുക്കറിയാം വെനസ്വേല ഭൂകമ്പം, അടുത്ത രാജ്യത്ത് ലാറ്റിൻ അമേരിക്കയിൽ വലിയ ഭൂകമ്പം, ജപ്പാനിൽ ഭൂകമ്പം, തലങ്ങം വിലങ്ങം ഭൂകമ്പങ്ങളാണ്. യൂറോപ്പിലെ കാട്ടുതീയ്, ഫ്രാൻസിലും സ്പെയിനിലും ഒക്കെ ചരിത്രം കണ്ടിട്ടില്ലാത്ത പോലെയാണ് എല്ലാം കത്തി അമർന്നില്ലാതായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മൊത്തം ഒരു ദുരന്തമയമാണ്. മഴ വന്നു കഴിഞ്ഞാൽ പ്രളയം, വെയിൽ വന്ന മൊത്തം കത്തിത്തീരുന്ന അവസ്ഥ, ഇങ്ങനെ ഒരു എത്തും പിടിയില്ലാത്ത അവസ്ഥയാണുള്ളത്. അങ്ങനെ ഒരു അവസ്ഥ ഉള്ള സമയത്ത് പോലും നമ്മൾ ഈ ഡാമിനെ കുറിച്ച് ഒരു സീരിയസ്നെസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? കാരണം ലോകം മുഴുവനും ഒരെത്തും പിടിയില്ലാത്ത പോലെ ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റോബിൻ, ഈ കൊച്ചുകുറുമ്പൻ സാറ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിന്റെ അടിയിൽ കേരളത്തിൽ മൊത്തം 2 ലക്ഷത്തോളം ഫാക്ടറീസ് ഉണ്ട്. ഈ ഡാമിന്റെ അടിയിൽ 1 ലക്ഷത്തോളം ഫാക്ടറീസ് ഉണ്ട്. അതിൽ ആയിരക്കണക്കിന് ഫാക്ടറീസ് കെമിക്കൽ ഫാക്ടറീസ് ആണ്. ഈ കെമിക്കൽ ഫാക്ടറീസ് പലതിലും ഈഥേൻ, മീഥേൻ, ബെൻസീൻ തുടങ്ങിയ വിഷവാതകങ്ങൾ ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഫാക്ടറി എങ്ങാനും തകർന്നാൽ കേരളത്തിൽ പിന്നെ ഈച്ച പോലും ജീവിക്കില്ല. അത്രക്ക് മാരകമാണ്. കൊച്ചുവർമ്മൻ സാറ് സൂചിപ്പിച്ചത് അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഭോപ്പാൽ ട്രാജഡി ഒന്നും അല്ലാണ്ട് മാറും. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ടു, അതുപോലെ തന്നെ ജലസേചന വകുപ്പ് മന്ത്രിയെയും കണ്ടു. അവര് രണ്ടുപേരോടും ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഈ ടെന്യൂറിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ടെന്യൂറിൽ തന്നെയായിരിക്കും കേരളം ഇല്ലാണ്ടാവാൻ പോകുന്നതെന്ന് വ്യക്തമായ സയന്റിഫിക് എവിഡൻസോട് കൂടി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോ നമ്മുടെ സേവ് കേരള ബ്രിഗേഡ് കൊടുത്ത കേസിൽ സുപ്രീം കോടതി സേവ് കേരള ബ്രിഗേഡ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, 130 വർഷം പഴക്കമുള്ള ഒരു ഡാം, അതും ഒരു ഏൻഷ്യൻ ടെക്നോളജി ഉപയോഗിച്ച് പണിത ഒരു ഡാം. ആ ഡാം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്, റെഡ് സോണിലാണ്. ഇവിടെ റിക്ടർ സ്കെയിലിൽ 7+ മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം എന്ന് സീസ്മോളജിസ്റ്റുകൾ പറയുന്നു. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷനിങ് ആണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ വേണ്ടത് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ജലസേചന മന്ത്രിയോടും സയന്റിഫിക് ഫാക്ട്സ് വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സുപ്രീം കോടതി ഇപ്പൊ സേവ് കേരള ബ്രിഗേഡ് കൊടുത്ത കേസിൽ, അതായത് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഓർഗനൈസേഷനാണ്, സേവ് കേരള ബ്രിഗേഡ് കൊടുത്ത കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, നമ്മൾ ആവശ്യപ്പെട്ടത് 130 വർഷം പഴക്കമുള്ള ഈ ഡാമിന്റെ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ആണ്. അപ്പൊ സുപ്രീം കോടതി അതിന് തമിഴ്നാടിനോട് അതിന് മറുപടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ 130 വർഷം പഴക്കമുള്ള ഡാം, അതും ഒരു അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഡാം പൊളിച്ചു നീക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞ് കേരളത്തിനും തമിഴ്നാടിനും കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിട്ട് എത്ര മാസമായി എന്നറിയോ? 10 മാസമായി. 10 മാസമായിട്ട് കേരള സർക്കാർ ഇപ്പൊ ഈ ചാനല് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ശത്രു ആരാണ്? ഒരിക്കലും നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ശത്രു ആയിക്കൂടാ. അതുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവര്, അതുപോലെ തന്നെ ജലസേചന മന്ത്രിയായിട്ട് അടുപ്പമുള്ളവര്, പാർട്ടി ബന്ധങ്ങളുള്ളവര്, അവര് എന്നോടൊപ്പം നിന്ന് ഒരു അഭ്യർത്ഥന ഈ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തോട് ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കേസിൽ കേരള ഗവൺമെന്റ് ഒരു സപ്പോർട്ടിങ് അഫിഡവിറ്റ് ഇടണം. ഇതിൽ വേറെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെന്റിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് വാട്ടർ അതോറിറ്റി, ജലസേചന വകുപ്പിലെ പല ഉദ്യോഗസ്ഥന്മാരും തമിഴ്നാട് പക്ഷപാതികളാണ്. അവര് നമ്മുടെ മന്ത്രിമാരെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്, മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫിനെ വൃത്തിയായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം 10 മാസമായിട്ടും ഈ കേരള ഗവൺമെന്റ് ആ കേസിൽ സപ്പോർട്ടിങ് അഫിഡവിറ്റ് ഇട്ടില്ല. അത് ഗുരുതരമായ വീഴ്ചയാണ്.
പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും വലിയ ഒരു ദുരന്തത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ തന്നെ ഗവൺമെന്റ് തമിഴ്നാട് എന്തെങ്കിലും പറയട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ, എന്തെല്ലാം ആർഗ്യുമെന്റ് കൊണ്ടുവരട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. അതെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഗണ്ണിക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഇവര് കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഫേക്ക് ആണെന്നും മാനിപ്പുലേറ്റഡ് ആണെന്നും അൺസയന്റിഫിക് ആണെന്നും പ്രൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സുപ്രീം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തമിഴ്നാടിനെ ആർഗ്യുമെന്റിൽ തോൽപ്പിക്കാനായിട്ടുള്ള എല്ലാ ഫാക്ട്സും എവിഡൻസും എന്റെ കയ്യിലുണ്ട്. നമ്മുടെ സർക്കാർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ? അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ജലസേചന മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്, മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു എന്താണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ജലസേചന മന്ത്രിക്കും ഞാൻ ഒരു ഡ്രാഫ്റ്റ് അഫിഡവിറ്റ് കേരളം ഇതാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാഫ്റ്റ് അഫിഡവിറ്റ് എഴുതി കൊടുത്തിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞു. അപ്പൊ എത്രയും പെട്ടെന്ന് കേരള സർക്കാർ ഒരു സപ്പോർട്ടിംഗ് അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഇടും. ഇതിനൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പരിഹാരത്തിലേക്ക് വരും. തമിഴ്നാടിന്റെ ജലത്തിന്റെ കാര്യം അവർ പറഞ്ഞോളും. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല. അവർക്ക് എങ്ങനെയാ വെള്ളം വേണ്ടെന്നൊക്കെ അവര് പറഞ്ഞു. ഇവിടെ കുറെ ആൾക്കാര് ഉണ്ടാക്കി പല സൊല്യൂഷൻസ് ആണ്. അവർക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനെ കുറിച്ച് ചിന്തയില്ല. തമിഴ്നാടിന് എങ്ങനെ വെള്ളം കൊടുക്കാന്നുള്ളതാണ്. അതൊക്കെ നിർത്തുക. തമിഴ്നാടിന്റെ വെള്ളത്തിന്റെ കാര്യം തമിഴ്നാട്ടിലെ ഒരു പ്രഗത്ഭനായ മുഖ്യമന്ത്രി അവർ തെരഞ്ഞെടുത്ത് ജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞോളൂ എങ്ങനെയാ വെള്ളം വേണ്ടത്. നമ്മളിനി വെള്ളം കൊടുത്താൽ പണം തന്നിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥനയും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? നമുക്ക് ആരെങ്കിലും ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി തരുന്നുണ്ടോ? ഈ പറഞ്ഞ തമിഴ്നാട് ഈ വെള്ളത്തിൽ നിന്ന്, നമ്മുടെ വെള്ളത്തിൽ നിന്ന് 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചിട്ട് 1 യൂണിറ്റ് പോലും നമുക്ക് തരുന്നില്ല. നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് ആ ഇലക്ട്രിസിറ്റി നമുക്ക് തന്നെ വിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ പണ്ട് ബ്രിട്ടീഷുകാരൻ നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിച്ച് ഇന്ത്യയെ കൊണ്ടുവന്ന് വിറ്റപ്പോഴാണല്ലോ മഹാത്മാഗാന്ധി പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു ആഹ്വാനം നടത്തി ക്വിറ്റ് കേരള എന്ന്. അത് മാത്രമല്ല മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു, ഡു ഓർ ഡൈ, പോരാടുക അല്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ പോരാടി മരിക്കുക. ഇന്നിപ്പം സേവ് കേരള ബ്രിഗേഡിന്റെ ഈ ആഹ്വാനത്തിൽ പ്രചോദിതനായി ഒരു ഏറനാടിന്റെ മകൻ മുഹമ്മദ് അഫ്താർ എന്ന് പറയുന്ന ആള് മരണം വരെ, ഇത് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത് വരെ ന്യൂഡൽഹിയിൽ ജന്തർ മന്ദറിൽ നിരാഹാരം കിടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഏറനാടിന്റെ വള്ളുവനാടിന്റെ ഒക്കെ ഒരു പാരമ്പര്യം, ഒരു ചാവേറിന്റെ പാരമ്പര്യം ഇപ്പോഴും അവിടെയൊക്കെ ആൺകുട്ടികൾ ഉണ്ട് എന്ന് ശ്രീ മുഹമ്മദ് അഫ്താർ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം മരണം വരെ ജന്തർ മന്ദറിൽ ഈ വിഷയം വെച്ചിട്ട് നിരാഹാരം കിടക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഫോളോ ചെയ്തുകൊണ്ട് കൂടുതൽ യുവജനങ്ങള് ജന്തർ മന്ദറിലേക്ക് പ്രവഹിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമില്ല. ഇത് ഈ വർഷം നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പരിഹരിക്കേണ്ടതായി വരില്ല. ഓക്കെ, ശ്രീ സാബു ജോസ്, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ അങ്ങയുടെ ക്യാമറ ഒന്ന് റെഡിയാക്കി വെക്കാമോ? അങ്ങേക്ക് കേൾക്കാമെങ്കിൽ അങ്ങ് പറഞ്ഞ് തുടങ്ങിക്കോളൂ. കാരണം നമ്മൾ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്കറിയാം, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിലുമാണ് ഇപ്പോൾ ഭൂകമ്പങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. കേരളത്തിന്റെ മുല്ലപ്പെരിയാർ അടക്കമുള്ള മേഖലകളിൽ ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, അവിടെ 7 മാഗ്നിറ്റ്യൂഡിലുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന്. ഇപ്പോൾ തിബറ്റിൽ സംഭവിച്ചാണെങ്കിൽ പോലും ഏകദേശം 4 മുകളിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായി എന്നുള്ള സംശയം ചൈനയടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് അവിടെ മഞ്ഞുമല ഇടിഞ്ഞു വീണതിന്റെ ശേഷമാണ് ഉണ്ടായ ആ പ്രകമ്പനത്തിൽ നിന്നാണ് ആ ഒരു ഭൂകമ്പം ഉണ്ടായത് എന്ന് അവരും പറയുന്നുണ്ട്. പക്ഷെ എന്താണ് എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും അസാധാരണമായ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ അസാധാരണ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മുല്ലപ്പെരിയാർ കൂടുതലായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ? ആ ശ്രദ്ധ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. പ്രിയപ്പെട്ട റോബിൻ, എനിക്ക് മുമ്പ് സംസാരിച്ച 2 പ്രഗത്ഭരുടെയും കമന്റ് കേൾക്കുകയായിരുന്നു.
ഇവിടെ നമുക്ക് കേരളത്തിന്റെ നിസ്സംഗതയെക്കുറിച്ച് വളരെ ശക്തമായ വേദനയോടെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് കട്ടൗണ്ട് കള്ളൻ മുന്നോട്ടെന്ന് പറയുന്ന പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിഡ്ഢിവേഷം കെട്ടരുത്. ഇത് ഇവിടെ നമുക്കറിയാം, ഒരു 999 വർഷത്തെ കരാറ്, പിന്നെ 70-ലെ കരാറ്, അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നേപ്പാളിലെ പ്രശ്നം വിഷ്വലുകള് ചാനലുകൾ പിൻവലിക്കുകയാണ്. കേരളത്തില് ഞാൻ നിരവധി ചാനലുകൾ കൊടുത്തത് പിൻവലിക്കുന്നത് ആൾക്കാരെ ഭയപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. വസ്തുതകൾ വ്യക്തമായി അറിയട്ടെ ജനം. ഇത് പഠിക്കുന്നില്ല. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ ചെലവിൽ നിങ്ങൾ പറയുന്നവർക്ക് ഞങ്ങൾ ഒരു ഡാം ഉണ്ടാക്കി തരാം. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? പ്രഗത്ഭരായ അഭിഭാഷകര്, ശാസ്ത്ര സാങ്കേതിക പ്രവർത്തകര് മുല്ലപ്പെരിയാർ കേരളത്തിലുണ്ട് ആരംഭിച്ച ഈ ഡാം കൊണ്ട് കേരളത്തിന് ഇതുവരെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഈ ഡാം കേരളത്തിന്റെ സാമ്പത്തികമായ ശേഷിയെ അല്ലെങ്കിൽ സാമൂഹ്യപരമായ പ്രവർത്തനങ്ങളെ ഭീതിയിലാക്കിക്കൊണ്ട് ഇതിങ്ങനെ 130 വർഷം കഴിഞ്ഞ് തുടരുമ്പോൾ കേരളത്തിന് ഇന്നുവരെ ഒരു പ്രയോജനമില്ലാത്ത ഈ ഡാം ഇപ്പൊ പറയുകയാണ് ഞങ്ങൾ പണിത് തരാവുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ആരോട്, ഏത് പഠനരേഖയുടെ, ഏത് സുരക്ഷിത രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? അപ്പൊ നേപ്പാൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഭീതി കേരളത്തിന്റെ നിസ്സംഗതയോടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും മൂന്നാം മുന്നണിയായ BJP ഉണ്ട്. ഇവരുടെ വായിൽ എന്താണ്? ഇവരെന്താണ് മിണ്ടാത്തത്? കേരളത്തിന്റെ സുരക്ഷയാണോ തമിഴ്നാടിന് വെള്ളമാണോ ആവശ്യം? നമുക്കറിയാം, റോട്ടിൽ ഒരാൾ കിതച്ചു വീഴുകയാണ് രോഗാവസ്ഥയിൽ. അയാളെ ആംബുലൻസ് പിടിച്ചു കൊണ്ടുപോവോ? അപ്പുറത്ത് വെള്ളത്തിന് വേണ്ടി ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ ജലസേചനത്തിന് പോകുന്നൊരു വാഹനമാണോ കടത്തിവിടുക? കോടിക്കണക്കിന് മനുഷ്യരെ 6 ജില്ലകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായിട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവര് സമരം ചെയ്യും, ഭരണപക്ഷത്തെത്തുമ്പോൾ മൗനം പാലിക്കും. കേരളത്തിന്റെ മുൻ ജലസേചന വകുപ്പ് മന്ത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് പേടി ഭയമുണ്ടെന്ന് പറഞ്ഞു. ആ മന്ത്രിയുടെ വകുപ്പിലുള്ള ഒരു മന്ത്രി ജലസേന വകുപ്പ് മന്ത്രിയായിരിക്കുക. നമുക്കിന്ന് ഇവരെ സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല. വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുകയാണ്, മുല്ലപ്പെരിയാർ ഏകോപന സമിതിയിലെ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്, പഠിക്കുന്നവരാണ്, ശാസ്ത്രജ്ഞന്മാരാണ്, അഭിഭാഷകരുണ്ട്, പല മേഖല. ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം മറ്റൊരു ഡാം അവിടെ സാധ്യമല്ല, പാടില്ലെന്നുള്ളതാണ്. ദുരന്തബാധിത മേഖലയിൽ, ഭൂകമ്പ പ്രദേശ മേഖലയിൽ ഏത് സാഹചര്യത്തിലും ഇതിന്റെ അതിർത്തികളിലെ മണ്ണ് നമുക്കറിയാം, ഈ ഇപ്പോഴുള്ള പ്രത്യേകമായ ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ, പ്രകൃതിയുടെ മുന്നറിയിപ്പുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തകർന്നു വീഴാവുന്ന ഈ ഡാമിന്റെ പരിസരം സുരക്ഷിതമല്ലാതിരിക്കെ മറ്റൊരു ഡാമിന് പാരിസ്ഥിതിക അനുമതി കിട്ടുകയില്ല. പിന്നെ നീട്ടിക്കൊണ്ട് പോകുന്ന എന്തിനാ? അതുകൊണ്ട് ഇപ്പോഴുള്ള, നേരത്തെ റസൽ സാർ സൂചിപ്പിച്ചു, മറ്റു പലരും സൂചിപ്പിക്കുന്നു, വളരെ വ്യക്തമായിട്ട് നമ്മളുടെ പഠനരേഖകൾ, വിദഗ്ധര്, അവിടെ പ്രവർത്തിച്ച മുൻകാല ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ കേരളത്തിന്റെ സുരക്ഷയല്ല മുല്ലപ്പെരിയാർ ഡാം അരക്ഷിതാവസ്ഥയിൽ നിന്ന് അറിയുന്നവർ പറയുന്നത് അവിടെ മറ്റൊരു ഡാം വന്നാൽ മറ്റൊരു വലിയ ദുരന്തം, ഒരു പ്രശ്നം തീർക്കാൻ മറ്റൊരു വലിയ പ്രശ്നം. അതുകൊണ്ട് മറ്റൊരു ഡാം അല്ല അവിടെ. അത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും വെള്ളം കൊണ്ടുപോകുന്ന അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഡാം വേണ്ട. എന്താണത്? കേരളത്തിലെ വെള്ളം കൊണ്ടുപോയി ഉപയോഗിക്കുന്നവർ അതിന് യാതൊരു പ്രതിഫലം തരാതിരിക്കെ ജനലക്ഷങ്ങളുടെ മരണം കണ്ട് ഭീതിയുള്ള, നേരത്തെ പത്രപ്രവർത്തകനായ അദ്ദേഹം സൂചിപ്പിച്ചില്ലേ, ഈ കോവിഡ് കാലത്തടക്കം ഞങ്ങൾ നിരവധി തവണ ഉപ്പുതറയും വണ്ടിപ്പെരിയാറും ചപ്പാത്തിലൊക്കെ പോയിട്ടുണ്ട്. വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ നേരം വെളുക്കുമ്പോൾ ഒലിച്ച് അറബിക്കല്ലെത്തുമെന്ന് ഭയപ്പെടുന്ന ഈ മനുഷ്യരോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പുതിയ മുഖ്യമന്ത്രി വന്ന് പറഞ്ഞത് തെറ്റാണ്. അതുകൊണ്ട് നേപ്പാളിലെ ഈ സാഹചര്യം നമുക്ക് ജലത്തിന്റെ അവകാശത്തെക്കാൾ ഉപരി ജീവന്റെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്ന് എല്ലാവരും അംഗീകരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നേരത്തെ സാങ്കേതിക കാര്യങ്ങള്, സാമൂഹ്യ കാര്യങ്ങള് ഒക്കെ ഇവർ സൂചിപ്പിച്ചു. നമുക്ക് ഒരു കാരണവശാലും ഈ എത്രയും വേഗം ആ ജലബോംബ് കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴിവാക്കി അതിവേഗം ആ ഡാം അത് ഡീകമ്മീഷൻ ചെയ്യാനുള്ള ശാസ്ത്ര സാങ്കേതിക മികവ് ഇന്ന് ലോകത്തിനുണ്ട്, ഇന്ത്യക്കുണ്ട്. ഇത് അന്തർ സംസ്ഥാന പ്രശ്നമാണെങ്കിൽ ഈ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഈ തമാശകളിയൊക്കെ നിർത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വരണം. തമിഴ്നാടിന് ശക്തരായ അഭിഭാഷകരുണ്ട്, പ്രവർത്തിക്കാൻ ഓഫീസുണ്ട്, പറയുവാൻ അവർക്ക് ന്യായം ഇല്ലെങ്കിലും അവർ അന്യായം ന്യായം പോലെ പറയുമ്പോൾ കേരളത്തിന് ശക്തമായി, ഇപ്പൊ റസൽ സാറൊക്കെ വ്യക്തിപരമായ കപ്പാസിറ്റിയിലാണ് അദ്ദേഹം കോടതിയിൽ പോകുന്നത്. കേരളത്തിന് വളരെ വ്യക്തമായ ഒരു അഭിഭാഷക ടീമില്ലാത്തതുകൊണ്ട് കേന്ദ്രത്തെ അറിയിക്കാൻ പറ്റുന്നില്ല. കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാണെന്നുള്ള
ഏത് പഠനരേഖ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ നിങ്ങൾ പറയുന്നവർക്ക് ഞങ്ങൾ ഡാം ഉണ്ടാക്കാം അതുവരെ കാത്തിരിക്കാമെന്ന് പറയുന്നത്? അതുകൊണ്ട് നേപ്പാളിലെ ഭീതിജനകമായ ദൃശ്യങ്ങൾ കേരളത്തിലെ മനുഷ്യർ, അത് ഇടുക്കി മാത്രമല്ല 6 ജില്ലയിലെ, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന എറണാകുളം അടക്കമുള്ള മനുഷ്യര് ആശങ്കയിലും ഭയത്തിലുമാണ്. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ നമ്മൾ ജനങ്ങളെ ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ അല്ല, മറിച്ച് വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുവാനും ഒരു കാരണവശാലും ആ ഡാം ഇനി നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ചർച്ചകളിലൂടെ തമാശ കളിക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ജലസേചന വകുപ്പ് മന്ത്രിക്കോ അവകാശമില്ല. തമിഴ്നാടിനെ ഒരു കാരണവശാലും അവർ ഔദാര്യമായി കൊണ്ടുപോകുന്ന വെള്ളം കൊണ്ടുപോകണം, വേണമെന്ന് അവർക്ക് പറയാം. നേരത്തെ റസൽ സാർ സൂചിപ്പിച്ചല്ലോ, തമിഴ്നാട്ടിലൊക്കെ ഈ വെള്ളം സംഭരിച്ചു നിർത്താനുള്ള സാഹചര്യവും സാധ്യതയുണ്ട്. അതവർ ശക്തമായി വിനിയോഗിക്കണം. കേരളത്തിലെ കെട്ടിനിൽക്കുന്ന ആ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഈ ബോംബായി നിൽക്കുന്ന ഈ അവസ്ഥയെ മാറ്റിയില്ലെങ്കിൽ ഈ സംസാരിക്കുന്ന ഞങ്ങളിപ്പോ ഈ 3 പേരും ഈ മധ്യകേരളത്തിലാണ്. മധ്യകേരളത്തോട് കാണിക്കുന്ന ഒരു അനീതിയും അഴിമതിയുമാണ് മാറി വന്ന സർക്കാരുകൾ. അതുകൊണ്ട് ഇപ്പോഴുള്ളവരും മുമ്പുള്ളവരും ഇനി കേന്ദ്രം ഭരിക്കുന്നവരും ഒക്കെ നിസ്സംഗത മാറ്റി അവർ അതിശക്തമായ രീതിയിൽ അതിവേഗം ഡീകമ്മീഷൻ ചെയ്യണം ഇപ്പോഴുള്ള ഡാം. പകരം തമിഴ്നാടിന് വെള്ളം കൊടുക്കുവാനുള്ള മറ്റ് ശാസ്ത്രീയ സാഹചര്യങ്ങൾ ഉപയോഗിക്കണം. അന്തർദേശീയ തലത്തില് ഇന്ന് സാറ്റലൈറ്റിലൂടെ തന്നെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചല്ലോ, വളരെ നിസ്സാരം നമ്മുടെ വെണ്ടയ്ക്കയും പൂക്കൾ പോലും മുകളിൽ നിന്ന് കൃത്യമായി അളന്നെടുക്ക് അതിന്റെ അളവും തൂക്കവും അറിയാമെങ്കിൽ ഈ ഡാം സുരക്ഷിതമല്ലെന്നും രാജ്യാന്തര പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. ഒരു യുദ്ധം വന്നാൽ ഒരു ചെറിയ ബോംബ് മതി തകർന്നടിയുവാൻ. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശമായി അംഗീകരിച്ചുകൊണ്ട് തമിഴ്നാടും കേരളവുമല്ല ഈ ഡാം സംരക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കൃഷിയോ അതിനുപരിയായിട്ട് കേരളത്തിലെ ജനങ്ങളോടുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി ഇടപെടണം. അതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും അവിടെ ഇവിടെയും പറഞ്ഞു കിടക്കാനല്ല, വേണമെങ്കിൽ ഒരു ടേബിളിന്റെ ചുറ്റും 3 പേർ ഇരുന്നു കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ മാസങ്ങളിൽ നടക്കുന്ന ദുരന്തത്തിൽ 1 കോടിയിലധികം വരുന്ന 6 ജില്ലയിലെ മനുഷ്യർ ഈ നേപ്പാളിൽ ഒഴുകിത്തീർന്ന പോലെ ഒഴുകിത്തീരും. അവരെ മരണത്തിന് കൊടുക്കരുത്, കൊലയ്ക്ക് കൊടുക്കരുതെന്നാണ് കേരള സർക്കാരിനോട് പറയാനുള്ളത്. കാരണം തമിഴ്നാടിന് ജീവന്റെ പ്രശ്നം ഇല്ല, ഇത് കേരളത്തിന്റെ ജീവന്റെ പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികള്, മുന്നണികള്, സമുദായങ്ങള് സകലരും ഒരുമിക്കണം. ഈ മുല്ലപ്പെരിയാറിന് വേണ്ടി വാദിക്കുന്ന നിരവധി വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഉണ്ട്. അവരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്, മറ്റൊരു ഡാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ ഇപ്പോഴുള്ള ഡാമിൽ അവർ പറയുന്നത് എന്താ, വെള്ളം വേണമെന്ന് മാത്രമല്ല ജലനിരപ്പ് അങ്ങ് ഉയർത്തിക്കൊണ്ടിരിക്കുക. എന്ത് തോന്നിയവാസമാണിത്? എങ്ങനെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? കോടതിയൊക്കെ അംഗീകരിക്കാൻ പറ്റും? മനുഷ്യാവകാശത്തെ കുറിച്ച് ചിന്തിക്കുന്ന ജീവന് കൊതിയുള്ള ആർക്കെങ്കിലും പറ്റുമോ? അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു എന്താ പറയാ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങണം. തീർച്ചയായിട്ടും മറ്റൊരു അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. അങ്ങ് പറഞ്ഞു ഇത് ആരെയും ഭയപ്പെടുത്താനല്ല എന്ന്. പക്ഷേ ഇത് ഭയപ്പെടുത്താൻ തന്നെയാണ്, എല്ലാവരും ഭയക്കേണ്ടതാണ്. അത് കൃത്യമായിട്ട് പേടി എല്ലാവർക്കും ഉണ്ടാകേണ്ടത് തന്നെയാണ്. കാരണം നമ്മള് ഇത് വെറുതെ ഭാവനയല്ലല്ലോ പറയുന്നത്, കൃത്യമായ കാര്യങ്ങളാണല്ലോ പറയുന്നത്. കൃത്യമായി പേടിക്കേണ്ടതാണ് ഈ കാര്യത്തെക്കുറിച്ച്. അത് പേടിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ അങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് അതിനോട് കണക്ട് ചെയ്ത് തന്നെയാണ് അങ്ങയോട് പറയാനുള്ളത്. ഇത് ഇടുക്കിക്കാരുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് അങ്ങ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ഈ പ്രശ്നം? കാരണം ഈ പ്രശ്നത്തിന് ആർക്കും ഒരു സീരിയസ്നെസ്സും ഇല്ലാത്ത ഒരു അവസ്ഥ ഇതിന്റെ ഉള്ളില് പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. കാരണം മുല്ലപ്പെരിയാറിന്റെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ പോലും അത് ആർക്കും കാണണ്ടാത്ത ഒരു അവസ്ഥ വരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടുക്കിക്കാർക്ക് വേണ്ടി മാത്രമുള്ള എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഉള്ളൊരു രീതിയിലേക്ക് ഇത് മാറുന്ന സാഹചര്യമുണ്ടോ? ഇനി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇടുക്കിക്കാർ പോലും ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു മനസ്ഥിതി കാണിക്കുന്നില്ലേ എന്നുള്ളത്. എങ്ങനെയാണ് അങ്ങേക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോ നമ്മുടെ ഈ സാബു ജോസ് ഇടുക്കിക്കാരനല്ലല്ലോ, അഡ്വക്കേറ്റ് റസൽ ജോയി ഇടുക്കിക്കാരനല്ലല്ലോ. ഇടുക്കിക്ക് പുറത്തുള്ളവർക്കും ഈ കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയം ഗഹനമായി ചർച്ച ചെയ്യുന്നവർക്കും ചിന്തിക്കുന്നവർക്കുമൊക്കെ ഈ വിഷയം കേരളത്തിന്റെ മൊത്തത്തിൽ ബാധിക്കുന്നതാണെന്ന് അറിയാം. പക്ഷേ ഇതിങ്ങനെ ഇടുക്കിയെ ബാധിക്കുന്ന വിഷയമാണ്. അതുപോലും ഇടുക്കിയെ പൂർണ്ണമായിട്ടില്ല. ഈ മുല്ലപ്പെരിയാർ പൊട്ടി വരുന്ന ജലം മുഴുവൻ താങ്ങാനുള്ള ശേഷി ഇടുക്കി ഡാമിനുണ്ട് എന്ന് പറഞ്ഞ് ഇടുക്കി ഡാം മുതൽ മുല്ലപ്പെരിയാർ വരെയുള്ള പ്രദേശത്തുള്ള ജനങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്
എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി കൊടുത്ത് ഇതിനെ ഒരു പ്രദേശത്തേക്ക് അങ്ങ് ചുരുക്കി. അതല്ല യാഥാർത്ഥ്യമെന്നാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞതും ബഹുമാനനായ അഡ്വക്കേറ്റ് റസൽ ജോയി അതിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചതും. റോബിനെ, ഇത് ഞാനോ അല്ലെങ്കിൽ ഇടുക്കിയിലെ സാധാരണപ്പെട്ട കർഷകനോ അല്ലെങ്കിൽ ഇവിടെ ചാലക്കുടിയിലോ തൃശ്ശൂരോ അല്ലെങ്കിൽ അങ്കമാലിയിലോ കോതമംഗലം അവിടെയൊന്നുള്ള സാധാരണക്കാരല്ലത് ഇത് ചിന്തിക്കേണ്ടത്. ഇത് ചിന്തിക്കേണ്ടതാരാ? ഇത് ചിന്തിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ, ഈ ദേശത്തിന്റെ ഭരണകൂടങ്ങളാ, അല്ലെ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണ്ടേ? ഇപ്പോ മഴക്കാലം വരുന്നു, പഞ്ചായത്തും വില്ലേജ് ഓഫീസറും അല്ലേ മുഖ്യമന്ത്രി നേരിട്ട് വന്നാണോ ആ പഞ്ചായത്തിലെ വില്ലേജിലെയും കാര്യങ്ങൾ നോക്കുന്നത്? എവിടെ അപകട മേഖലയുണ്ട്, ആരെയൊക്കെ മാറ്റി പാർപ്പിക്കണം, ഏതൊക്കെ കല്ല് ഉരുണ്ട് വീഴാറുണ്ട്, ഏതൊക്കെ മരങ്ങൾ അപകട സാധ്യതയിൽ നിൽപ്പുണ്ട്, ഏതൊക്കെ റോഡ് അപകട സാധ്യതയിലുണ്ട്, ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ലോക്കൽ ഗവൺമെന്റ് അല്ലേ. അപ്പൊ ഒരു സ്റ്റേറ്റിന്റെ കാര്യം ഇവിടെ പ്രധാനമന്ത്രി അല്ല ചെയ്യേണ്ടത്, ഈ സ്റ്റേറ്റിന്റെ ഭരണാധികാരികൾക്ക് കഴിയണം. അത് കഴിയുന്നുണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ കേരളത്തിന്റെ പ്രശ്നമാണെന്നേ. ഇത് എത്ര അടിവരയിട്ട് പറഞ്ഞാലും തീരില്ല. ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്, കേരളത്തെ അപ്പാടെ തകർക്കുന്ന പ്രശ്നമാണ്. ആ ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. 1887 ഈ ഡാം പണിതപ്പോ 95 പൂർത്തീകരിച്ചപ്പോ അന്നുണ്ടായിരുന്ന സാമൂഹിക സാഹചര്യം, അന്നുണ്ടായിരുന്ന ശാസ്ത്രം, അന്നുണ്ടായിരുന്ന ടെക്നോളജി ആണോ ഇന്നുള്ളത്? കാലം എത്ര മാറിപ്പോയിരിക്കുന്നു, തമിഴ്നാട് എത്ര മാറിപ്പോയിരിക്കുന്നു, കേരളം എത്ര മാറിപ്പോയിരിക്കുന്നു, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ജനജീവിതം എത്രമാത്രം മാറിപ്പോയിരിക്കുന്നു. പഴയ ഒരു കരാറ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലാഘവ ബുദ്ധിയോടെ പോയാൽ മതിയോ? മാറ്റങ്ങളെ കുറിച്ച് അഡ്വക്കേറ്റ് റസൽ ജോയി അതാണ് പറഞ്ഞത്. ഈ പഴയ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ചുവട് മുന്നോട്ട് വെക്കുകയും 2 ചുവട് പുറകോട്ട് വെക്കുകയും ഈ നയമൊക്കെ അങ്ങ് മാറണം. ഈ ഒരു പുതിയ ഡാം, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നൊന്നുമില്ല, അത് ചിലപ്പോൾ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഇരു വിഭാഗങ്ങളും സ്നേഹത്തോടെ ഐക്യത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത നിലപാടായിരിക്കും. അതിനെ ഞാൻ ചോദ്യം ചെയ്തില്ല. പക്ഷേ റോബിനെ, ഈ ചർച്ച കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ പെരിയാർ ടൈഗർ റിസർവിനകത്ത് ഈ ഡാം പണിയണമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു പോകണമെങ്കിൽ എങ്ങനെ പോകും? ഒന്നെങ്കിൽ തടാകത്തിൽ കൂടെ ബോട്ടിൽ പോകണം, അല്ലെങ്കിൽ നിരോധിത മേഖലയായി സംരക്ഷിത വനം പെരിയാർ ടൈഗർ റിസർവ്, അവിടെ വനം വകുപ്പിന്റെ റോഡിൽ കൂടി വനം വകുപ്പ് അനുമതി കൊടുത്താൽ വനം വകുപ്പുകാരോടൊപ്പം നമ്മുടെ മന്ത്രിക്ക് മുല്ലപ്പെരിയാർ ഡാമിൽ പോകണമെങ്കിൽ വനം വകുപ്പുകാരുടെ ഒപ്പമാണ് പോകുന്നത്. വനം വകുപ്പിന്റെ റോഡിൽ കൂടി അവിടെ ഒരു പുതിയ ഡാം സാധ്യമാണ്. ഞാനതാണ് ആദ്യത്തെ ചർച്ചയുടെ അവസാന ഭാഗം പറഞ്ഞത്. നമ്മൾ ഈ തീരാത്ത വിധത്തിൽ പരിഹാര ചർച്ചകളെ വലിച്ചു നീട്ടുകയല്ല വേണ്ടത്. പരിഹാര ചർച്ചകളിൽ ഇപ്പോൾ തന്നെ ഈ തമിഴ്നാടിനെ നമ്മളിങ്ങനെ ഈ അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളൊന്നും അവരെ സൂചിപ്പിക്കണ്ട. അവരുടെ കാര്യം അവര് പറഞ്ഞോളൂന്ന് വക്കീൽ പറഞ്ഞില്ലേ. പെരുമാരിപ്പള്ളം, തുണക്കടവ്, പറമ്പിക്കുളം, ശിരുവാണി, നെയ്യാറ്, മുല്ലപ്പെരിയാർ, ഇങ്ങനെ 8ഓളം ഡാമുകളിലെ ജലം കേരളത്തിൽ നിന്നും തമിഴ്നാട് ഉപയോഗിക്കുന്നുണ്ട്. എവിടെയെങ്കിലും തർക്കം പറഞ്ഞിട്ടുണ്ടോ? ഈ ജലം ഇപ്പോഴും അതിൽ തന്നെ 1957 EMSന്റെ കാലഘട്ടത്തിൽ 4 ഡാം പണിത് തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നുണ്ട്. നിഷേധിക്കാൻ കഴിയുമോ? ഇതിലേതെങ്കിലും ഒരു ജലം തമിഴ്നാട്ടിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് കേരളത്തിൽ എവിടെയെങ്കിലും സമരം നടക്കുന്നുണ്ടോ? ഇവിടെ കേരളത്തിൽ ഭവാനിപ്പുഴയിൽ ഒരു തടയണ കെട്ടിക്കൊണ്ട് അവിടെ ജലം അവിടുത്തെ കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. തമിഴ്നാട് അനുമതി കൊടുത്തു. പാമ്പാറിൽ നിന്നാണ് നമ്മുടെ അമരാവതിയിലേക്ക് പോകുന്നത്. പാമ്പാറ്, ചിന്നാറ്. ആ പാമ്പാറിൽ ഒരു തടയണ കെട്ടിയിട്ട് കാന്തല്ലൂര്, മറയൂര്, വട്ടവട പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം കൊടുക്കണം പറഞ്ഞിട്ട് വേണ്ട അനുമതി കൊടുത്തിട്ടുണ്ടോ? ഒരു ചെറിയ ഡാം അവിടെ പണിതിട്ടുണ്ട്, വട്ടവടയ്ക്ക് മാത്രമായിട്ട്. ബാക്കി സ്ഥലങ്ങളിലേക്ക് അത് മഴ നിഴൽ പ്രദേശമായി. ഇതൊക്കെ അവിടെയുള്ള ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം അവരുടെ വീടിന് മുന്നിൽ കൂടെ പോകുന്ന ആറില് ഒരു ചെറിയ തടയണ കെട്ടിയിട്ട് ആ ജലം ഇവർക്ക് കുടിവെള്ളത്തിനെടുക്കാൻ തമിഴ്നാട് സമ്മതിക്കുമോ? ശരി, 8ഓളം ഡാമുകളിലെ ജലം അവർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് റോബിനെ, ഈ ചർച്ച ഇങ്ങനെ നമ്മൾ ഗൗരവത്തോടെ പറയുക.
വേറൊന്നുമില്ല. കേരളത്തിന്റെ സുരക്ഷ അത് കഴിഞ്ഞ ബാക്കിയുള്ളൂ. തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതാണെങ്കിലും മറ്റെന്താണെങ്കിലും ഒന്നാമത്തെ പരിഗണന കേരളത്തിന്റെ സുരക്ഷയ്ക്കാണ്. അത് ഭരണകൂടത്തിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്, വേറെ ആരും ഉത്തരവാദിത്വമല്ല. ആർക്കും കൈയൊഴിയാനാവില്ല. അത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് പറയാൻ. അവസാനമായി ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ്, അങ്ങ് നേരത്തെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ സൂചിപ്പിക്കുകയുണ്ടായി, എത്രത്തോളം ഭീകരമായിരുന്നു അത് എന്ന്. ഞാൻ അന്നേരം അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം, ഈ 2018 ഈ പ്രളയം ഉണ്ടായപ്പോൾ ആദ്യം അതിരാവിലെ വന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു കാറ് പോർച്ചിന്ന് മാറ്റിയിടണം, ചിലപ്പോൾ ഈ വെള്ളം ഇച്ചിരി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അവസാനം ആ പറഞ്ഞ കാറ് മാറ്റിയിടാൻ പറഞ്ഞിടത്തു നിന്ന് ആ ഒരു വീടിന്റെ ഒരു നില മുഴുവൻ മുങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായി അന്ന്. അത് കഴിഞ്ഞ് പിറ്റേ വർഷം, അത് കഴിഞ്ഞ് ഈ അടുത്ത 2-3 വർഷം മുന്നേ ഇവിടെ ഈ ജെറുസലേം ധ്യാനകേന്ദ്രം അടക്കമുള്ള മേഖലകളിൽ അത് മൊത്തം വെള്ളത്തിനടിയിലായ സാഹചര്യം ഉണ്ടായി. ഡാം മിസ്മാനേജ്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സാധനം ഒന്നും നേരെ മാനേജ് ചെയ്യാനുള്ള അറിവില്ല, ബോധമില്ല. രണ്ടാമത് ഞാൻ അന്ന് ഈ അവിടെ നിന്ന് ആ രാത്രിക്ക് ആ പെരുമഴയത്ത് തൃശ്ശൂര് നിന്ന് നിലമ്പൂര് വരെ ആ രാത്രി ആ മഴയത്ത് വണ്ടി ഓടിച്ച് പട്ടാമ്പി വന്നപ്പോൾ പട്ടാമ്പി പാലത്തിൽ കൂടി ഒഴുകി മേളിൽ കൂടെ കയറിയാണ് വെള്ളം ഒഴുകുന്നത്. അതിനുശേഷം അങ്ങനെ പോയ സമയത്തെല്ലാം പെരും മഴ എന്ന് വെച്ചാൽ വളരെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥ. ഇതേ അവസ്ഥ നമ്മുടെ നാട്ടിൽ നടന്നതാണ്, നടക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചാൽ ഈ മുണ്ടക്കൈ ചൂരൽമല അതേ ദുരന്തം ഈ മുല്ലപ്പെരിയാറിന്റെ ഭാഗങ്ങളിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് എന്താണ് ഉറപ്പ്? അന്ന് ഈ 2018 കേരളം മുഴുവൻ പെരുമഴ പെയ്ത് ഭീതിതമായിരുന്നു. പുഴ ഇതുപോലെ കവിഞ്ഞൊഴുകി. ഇപ്പം ഈ നേപ്പാളിൽ നിന്ന് വെള്ളം വന്നിച്ച് പാലമൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് പോയ പോലെ ആണ് അന്ന് പട്ടാമ്പി പാലത്തെ കൂടെ ഒക്കെ വെള്ളം കയറി ഒഴുകിയത്. നമുക്ക് എന്ത് ഉറപ്പാണ് ഉള്ളത്? ഈ ഒരു ഉറപ്പും ഇല്ലാതിരുന്നിട്ടും ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് റോബിൻ. അവര് നേരത്തെ റോബിൻ ഈ ചർച്ച തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞ കാര്യമാണ് നിസ്സഹായരായ ജനങ്ങൾ. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ കൊച്ചുവർമ്മൻ സാറ് പറഞ്ഞ ഒരു കാര്യം ഒന്നോടെ ആവർത്തിച്ച് പറയാണ്. മുഖ്യമന്ത്രി ഇപ്പൊ ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊച്ചുവർമ്മൻ സാറ് പറഞ്ഞു അത് അദ്ദേഹത്തെ എതിർത്തോണ്ടല്ല അദ്ദേഹം സംസാരിക്കുന്നതെന്നും പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി ആലോചിക്കാതെയും പഠിക്കാതെയും പറഞ്ഞ ഒരു കാര്യമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരു പുതിയ ഡാം എന്ന് പറയുന്നത് വളരെ പോസിബിൾ ആണ്. അതായത് ഈ ഞാൻ എല്ലാ ഡാംസിനും എതിരാണെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇപ്പൊ കൊച്ചുവർമ്മൻ സാർ അതാ പറഞ്ഞത്, ഒരു സൊല്യൂഷൻ വേണ്ടേ, ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ വേണ്ടേ? അതിന് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ നിൽക്കുക വേണ്ടത്. ഇപ്പം ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അതേ ഹൈറ്റിൽ തന്നെ, അതേ ഹൈറ്റ് മതി. ഈ ആളുകൾ കൊട്ടിഘോഷിക്കണ പോലെ ബ്രഹ്മാണ്ഡമായ ഡാമൊന്നും പണിയണ്ട. അതിനുള്ള DPR ഒക്കെ റെഡിയാണ്. ഈ 155 അടി ഉയരത്തിലൊരു ഡാം 300 മീറ്റർ താഴെ ഉണ്ടാക്കാൻ പറ്റും. പൈലിംഗ് വർക്ക് തുടങ്ങിയത് അവിടെ. തമിഴ്നാടിന്റെ കൺസെൻസസോടുകൂടി 2 ഗവൺമെന്റുകളും സമ്മതിച്ച് പൈലിംഗ് വർക്ക് തുടങ്ങിയതാണ്. അപ്പൊ ഒരു ഡാം ഉണ്ടാക്കി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മുല്ലപ്പെരിയാർ ഡാമാണ് കാണേണ്ടത്, അല്ലാതെ ഒരു കുഴലല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ വെള്ളം കൊടുക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. വേറെ ഏത് വഴിയും ആ ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കില്ല. അപ്പോ ഇപ്പോ ആണെങ്കിൽ ഭൂകമ്പങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, പ്രതിരോധിക്കുന്ന രീതിയിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എത്ര വലിയ ഭൂകമ്പം, ഇപ്പൊ 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാകാന്നാണ് പറയണേ. 7+ വരുന്ന ഭൂകമ്പം ഉണ്ടായാൽ പോലും ഡാം ആടി ഒലഞ്ഞു നിൽക്കും. അതിനൊരു സയന്റിഫിക് ടേം ഉണ്ട്, പൾസ് വെലോസിറ്റി, എന്താ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ആടി ഒലഞ്ഞു നിൽക്കും, വീഴില്ല. ഒരു തുള്ളി വെള്ളം ഇപ്പുറത്തേക്ക് പോകത്തുമില്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഭൂകമ്പങ്ങളിൽ പല മരങ്ങളും വീഴാറില്ല, പ്രത്യേകിച്ച് തെങ്ങ് പോലെയുള്ള മരങ്ങൾ വീഴില്ല. അത് ഈ കാറ്റത്തും കോളിലും ഒക്കെ ആടി ഒലഞ്ഞു നിൽക്കും. അത് തന്നെ സയൻസ്. ആ സയൻസിൽ ഇപ്പൊ ടെക്നോളജി അത്രമാത്രം ഡെവലപ്ഡ് ആണ്. ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുന്ന, റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഡാം കൺസ്ട്രക്ഷൻ പോസിബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ഡമായ ഡാം ഒന്നും വേണ്ട. 155 അടിക്കുള്ള ഡാം മതി. അത് 300 അടി താഴ്ചയിൽ ഇന്ന് പെനിക്കുക്ക് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ
ഈ പറയുന്ന 300 അടി താഴ്ചയിലെ കൺസ്ട്രക്ട് ചെയ്യുള്ളൂ. അവിടെയാണ് സ്ട്രോങ് ആയിട്ട് ഒരു ഡാം പണിയാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് അതിപ്പോ കൊച്ചുവർമ്മൻ സാർ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇത് പ്രശ്നം പരിഹരിക്കണമല്ലോ. അപ്പൊ നമ്മൾ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കണം. നമ്മൾ വിഭിന്നമായ അഭിപ്രായം പറയരുത്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്ക്, അവര് ഒരു അഭിപ്രായം പറഞ്ഞ അവിടുത്തെ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞാല് മൊത്തം തമിഴ്നാട്ടിലെ തമിഴിയൻസ് മാത്രമല്ല, ലോക തമിഴിയൻസ് ആ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കും. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആണ്. അത് മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യാമെന്ന്. വെറുതെ അങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്യല്ല, അതിനുള്ള വ്യക്തമായ DPR ഉണ്ട്. പിന്നെ പാരിസ്ഥിതിക അനുമതി കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. സുപ്രീം കോടതി വൈദ്യുതി കൊടുത്താൽ മതി. 3 ഗവൺമെന്റുകളുടെയും കൺസെൻസസ് ഉണ്ടെങ്കിൽ ഏത് പാരിസ്ഥിതിക അനുമതിയും പോസിബിൾ ആണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ 84 ഡാംസ് കൂടെ എങ്ങനെ പണിത്? എന്ത് പാരിസ്ഥിതിക അനുമതിയോട് കൂടിയാണ് 84 ഡാംസ്? കാലം പോയിന്നൊക്കെ പറയുമായിരിക്കും. ഇതെല്ലാം പാരിസ്ഥിതിക അനുമതികൾ ഇപ്പോൾ ഉള്ള നിയമങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് തന്നെയാണ് ഈ ഡാമുകളുടെ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പാരിസ്ഥിതിക അനുമതിയൊക്കെ ഒരു മൊത്തം 4 കോടി ജനങ്ങളുടെ ജീവന്റെ പ്രശ്നം വരുമ്പോ പാരിസ്ഥിതിക അനുമതിയാണോ ജീവനാണോ വിഷയം? കൊച്ചുവർമ്മൻ സാർ അടിവരയിട്ട് പറഞ്ഞില്ലേ, നമ്മുടെ ജീവനാണ്, സേഫ്റ്റി ഫസ്റ്റ്, പിന്നെയാണ് തമിഴ്നാടിന്റെ വെള്ളം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ മുഖ്യമന്ത്രിയോട് ചേർന്ന് നിൽക്കുക. അദ്ദേഹം ഒരു പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേരളത്തിന്റെ ചെലവിൽ ചെയ്യാന്ന് പറഞ്ഞു. അതാ വേണ്ടത്. തമിഴ്നാട് പണിതാൽ തമിഴ്നാടിന്റെ ആവും. ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം അവരുടെയാണെന്നാ പറയണേ. നമ്മുടെ നാട്ടിൽ കയറി ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെ വെല്ലുവിളിച്ചുകൊണ്ട് വേറൊരു സംസ്ഥാനം ഭരണം, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഇന്ത്യയിലെ 22 സ്റ്റേറ്റ്സിനും 8 യൂണിയൻ ടെറിട്ടറിക്കും സ്വാതന്ത്ര്യം കിട്ടി. കേരളത്തിന് മാത്രമില്ല. കേരളത്തിന്റെ പ്രവിശ്യയില് കേരള സർക്കാർ ഭരിക്കുന്നിടത്ത് വേറൊരു ഗവൺമെന്റ് കയറി ഭരിക്കുന്നു. ഇറങ്ങിപ്പോകാൻ പറയണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയണം. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പുതിയ ഡാം വരുമ്പോ പുതിയ കരാർ വരും. പുതിയ കരാർ വരണം. നമ്മൾ വെള്ളം കൊടുക്കും. നമുക്കിവിടെ പെട്രോളൊന്നും ഇല്ലല്ലോ, നമുക്ക് വെള്ളമല്ലേ ഉള്ളത്. വെള്ളം എന്ന് പറഞ്ഞാൽ എന്തോ വെള്ളമാണ്. നമ്മൾ പെരിയാറിലെ ഇപ്പോഴത്തെ മലിനജലം കുടിച്ചിട്ട് നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന അതിശുദ്ധമായ അതിപരിശുദ്ധമായ വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്, നമ്മൾ മലിനജലം കുടിച്ചിട്ട്. അപ്പൊ അത് കൊടുത്തോട്ടെ, പണം എണ്ണി വാങ്ങി നമ്മുടെ ഖജനാവ് നിറയ്ക്കണം. അവരിതും കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ സർപ്ലസ് സ്റ്റേറ്റ് ആണ്, എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. ആ മൊത്തം ഇലക്ട്രിസിറ്റി നമുക്ക് തരേണ്ടി വരും. അങ്ങനെ കരാറ് മാറിയിട്ട് പുതിയ ഡാമിനെ എതിർക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്നറിയോ? ഈ തമിഴ്നാട്ടിൽ നിന്ന് പണം മേടിച്ച് പല ആൾക്കാരും തോളുണ്ടാക്കി കൊടുക്കാം, മറ്റതുണ്ടാക്കി കൊടുക്കാം, മറിച്ചുണ്ടാക്കി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഈ കരാറ് നിലനിർത്തുക എന്നുള്ളതാണ്. ഡാം ഡീകമ്മീഷൻ ഉത്തരവ് വന്നാൽ കരാറ് പോയി. അപ്പൊ കരാറ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കൊള്ളുണ്ടാക്കി കൊടുക്കാം, തുരങ്കം ഉണ്ടാക്കി കൊടുക്കാം, അങ്ങനെ 100 ഓപ്ഷൻസ് പറയണേ. അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വ്യക്തവും ശക്തവും സയന്റിഫിക്കും ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ ദ എൻറ്റയർ പോപ്പുലേഷൻ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നമ്മളിന്ന് നേപ്പാൾ ദുരന്തത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിന്ന് മുല്ലപ്പെരിയാർ ചർച്ച ചെയ്തത്. അതിന്റെ ഒരുപാട് മറുവശങ്ങളുണ്ട്. ഇതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഡാം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പാരിസ്ഥിതിക പ്രവർത്തകരടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി നേരത്തെ അഡ്വക്കേറ്റ് റസൽ ജോയ് സൂചിപ്പിച്ച പോലെ ഈ ഡാമുകളുടെ കാലഘട്ടം തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആരുടെയും പിടിയിൽ നിൽക്കാത്ത രീതിയിൽ, ചരിത്രത്തിൽ പലപ്പോഴും സംഭവിക്കാത്ത രീതിയിലുള്ള ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കങ്ങളടക്കം, മഴ ദുരന്തങ്ങളടക്കം, ഭൂകമ്പങ്ങളടക്കം എല്ലാ രീതിയിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ മാത്രം മാറ്റി നിർത്തപ്പെടും, നമുക്ക് മാത്രം ഒന്നും സംഭവിക്കില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നത് വലിയ ഒരു മൗഢ്യമാണ്. കാലഘട്ടത്തെ വായിച്ചറിയാൻ കഴിയാത്ത ആളുകളായി നമ്മൾ മാറരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചർച്ച അവസാനിക്കുകയാണ്. നമ്മളോടൊപ്പം ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ് ചേർന്നു, അതുപോലെ തന്നെ ജോൺസൺ കൊച്ചുപറമ്പൻ, അതുപോലെ തന്നെ നമ്മളോടൊപ്പം ശ്രീ സാബു ജോസ്. അദ്ദേഹത്തിന്റെ വിഷല് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞുള്ളൂ. 3 പേർക്കും ഒരുപാട് നന്ദി ഈ ചർച്ചയുമായി പങ്കെടുത്തതിന്. വീണ്ടും ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ചർച്ചകൾ എന്താണെങ്കിലും അവസാനിക്കുന്നില്ല. പക്ഷേ ദുരന്തങ്ങൾ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ മൊത്തം ഒരിക്കൽ കൂടി നമ്മൾ ഓർപ്പിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കടമയാണ്. എന്താണെങ്കിലും ഇനി വരുന്ന ആളുകളിലും ചർച്ചകൾ നടത്തേണ്ടി വരും. ഇന്നത്തെ ചർച്ച അവസാനിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി.